everyone, welcome to my YouTube channel My Ramblings by Reshma. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഋതുവിൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ്. ഞങ്ങൾ ഇപ്പോൾ കയറുന്നില്ല, അച്ഛൻ മാത്രമാണ് കയറുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു പിറന്നാൾ ആഘോഷം, ഞങ്ങൾ മൂന്നൂര് മാത്രമുള്ള ചെറിയൊരു പിറന്നാൾ ആഘോഷമാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പിറന്നാൾ കുട്ടി. അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കരയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നവരാത്രിയുടെ ഉത്സവം നടക്കുക എന്നുള്ളത് ഉള്ള കാര്യം ഞാൻ ഓർത്ത് പോലുമില്ല. ഭയങ്കര തിരക്കാണ്. പിന്നെ പോരാത്തതിന് സൺഡേയും കൂടെയാണ്. അപ്പോൾ ആള് തൊഴാൻ കയറിയിട്ടുണ്ട്. അപ്പം ഞാനും ദേ ബേബിയും കൂടി കാറിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല തിരക്കാണ്. ശരിക്കും ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടുന്ന സ്ഥലത്തൊന്നും പാർക്കിംഗ് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഏതൊരു വഴിയിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടേക്കാണ് കേട്ടോ വണ്ടി. ഇവിടെ വേറെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ പിറന്നാൾ ആഘോഷം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മൂന്നൂര് മാത്രം ഒരു സിമ്പിളായിട്ട്, അതായത് രാവിലെ അമ്പലത്തിൽ പോവുക. ഈവൻ ദോ എനിക്ക് ആളെ കൂടെ അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും ഐ ജസ്റ്റ് തോട്ട് ഓഫ് അക്കമ്പനിങ് ഹിം. അപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. പിന്നെ സെറ്റ് മുണ്ട് എടുത്ത് ഒരുങ്ങി കിട്ടി വന്നതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ഒരുങ്ങി നടക്കാനും സെറ്റ് മുണ്ട് എടുക്കാനും സാരി എടുക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ബിക്കോസ് എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, പിന്നെ തിരിച്ചെന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സദ്യയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ സദ്യവട്ട വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് സദ്യ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഒരു സിമ്പിൾ സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പായസമൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തിരക്കുണ്ട്. അതേ ബേബി എൻ്റെ കൂടെ ഉണ്ട്, ആളെന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. യെസ്, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വഴിപാട് കഴിച്ചു, പായസം വാങ്ങി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്യാനുണ്ട് ബ്ലിങ്കിറ്റിൽ നിന്ന്. അപ്പോൾ അതും കൂടെ വന്ന് കഴിഞ്ഞ് ഐ വിൽ സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഫോർ സദ്യ. അപ്പോൾ അതിന് മുന്നേ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ഞാൻ ഗോയിങ് ടു ദ കിച്ചൺ ആൻഡ് ഞാൻ ഏകദേശം ഇപ്പം എത്ര മണിയായി, ഒരു 10:30 10:45 എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു 10:30 10:45 സമയമായിട്ടുണ്ട്. അപ്പം അപ്പോഴത്തെ ആ ടൈമിൽ ഞാൻ തുടങ്ങാൻ പോവുകയാണ് സദ്യ ഉണ്ടാക്കാൻ. ചെറിയ വിഭവങ്ങളാണുള്ളൂ. അപ്പോൾ അതെപ്പോൾ തരും നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലിങ്കിറ്റ് ഓർഡർ വന്നു കേട്ടോ. ഞാൻ വാഴയില ബ്ലിങ്കിറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്ത്. ലുലു നോക്കിയിട്ട് ലുലു കണ്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 11:15 അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടീനെ ഫീഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോഫി ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോഫിയും പിന്നെ ന്യൂട്രെല്ല ബ്രെഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ അരി വെച്ചിട്ടുണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, സാമ്പാർ, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. സാമ്പാർ റെഡി, അവിയൽ, ഉപ്പേരി കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. ഞാൻ ആ സമയത്ത് വേറെ എന്തോ നോക്കാൻ പോയി. പിന്നെ ഓലൻ, പായസം കൂടിയാണ് കേട്ടോ റെഡി ആവാനുള്ളത്. അപ്പോൾ പായസം ആക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യ സ്പെഷ്യൽ പാലട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി. അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സദ്യ സ്പെഷ്യൽ പാലട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഓലൻ വന്നു, ഉപ്പേരി വന്നു, അവിയൽ വന്നു, 2 പപ്പടം, നല്ല കുത്തരിച്ചോറ്,
ഇപ്പം എന്തുണ്ട്, എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ സദ്യയാണ് കേട്ടോ. പാലടയും കൂടി ഉണ്ട്. പാലട നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഋതു ബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആൾ കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഋതുവിനെ ഞാൻ എടുത്തേക്കുമായിരുന്നു. അപ്പോൾ ആൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്ക് ഹസ്ബൻഡ് വിളമ്പിയൊക്കെ തന്നു. അപ്പോൾ നമ്മളിനകത്ത് ഓരോന്നിങ്ങനെ ഓരോന്നെടുത്ത്, കുറച്ച് അവിയലെടുത്ത്, കുറച്ച് ഉപ്പേരി എടുത്ത്, ഒരു കഷ്ണം പപ്പടവും കൂടി പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ. കൊള്ളാം. തോരൻ എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പം ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതിനിടയ്ക്ക് എനിക്ക് കുട്ടീനെ നോക്കണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ ലെറ്റ് മീ എൻജോയ് ദിസ് മീൽ. ഹലോ. അപ്പോൾ നമ്മൾ എന്താ ലഞ്ചൊക്കെ കഴിച്ചു. ചെറിയ സദ്യയും പായസമൊക്കെ കഴിച്ച് കിറങ്ങിയിരിക്കുവാണ്. ഇന്നൊരു ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ചൊന്ന് പുറത്ത് പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് ഉറങ്ങുന്നില്ല. ബട്ട് ഐ ആം ടേക്കിംഗ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അതിൻ്റെ നടുവേദന കൂടുതലാവും. ഓക്കെ, അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ കാണാം. ഓക്കെ. ഹായ് എവരിവൺ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആക്ച്വലി പ്ലാൻ അനുസരിച്ചൊന്നും നടന്നില്ല. ഞങ്ങൾ 3 പേരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നടക്കുമോ നോക്കാം. ഉണ്ടെങ്കിൽ ഐ വിൽ ആഡ് ആഫ്റ്റർ ദിസ് ക്ലിപ്പ്. അതർവൈസ് ഐ വിൽ എൻഡ് ദിസ് വീഡിയോ. ഓക്കെ.